അടുത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് മാരിവെള്ളിൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതിയത്. അപ്പോൾ എഴുതി ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്ത് ഒരു സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം, ഈ രണ്ടുപേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ കാണും എന്നൊക്കെ പറയുന്നത്. മഞ്ജു ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നു, അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്ന്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രഞ്ജനികാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നത്. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയ്ക്കായിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു വയസ്സ് ലുക്കിലേക്കൊക്കെ വന്നത്. ഭയങ്കര ശാന്തനായ ഒരാളുടെ അപ്പോൾ ഞാൻ ലാലെന്ന് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, തടി പിടിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് ലാലിൻ്റെ അപ്പുറത്തെ ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്രസൻറ്റേഴ്സ് എന്ന് പറയുന്നത്, അതൊക്കെ ആ ക്യാരക്ടറിനെ അല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതെന്ന് പറയുമ്പോൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് നമ്മൾ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സിലാക്കി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്തു. അതിൻ്റെ അവിടെയും വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ ഒരു ബെഞ്ചിൽ. പക്ഷെ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞോ ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മൈമൂണത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് ഇരിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ എൻ്റെ ഇടയിൽ നിൽക്കില്ല. നിങ്ങളുടെ തിയേറ്റർ മാത്രം കട്ട് ചെയ്ത് നോക്കും. കാരണം ഈ താലി കെട്ടി വാദം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കി. പിന്നെ ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന്. അങ്ങനെ ആൾക്കാർ അത് മാറ്റിക്കൊണ്ട് അത് വീണ്ടും ഈ ഒരു